അങ്കമാലിയിൽ വന്നിട്ട് അങ്കമാലി സ്പെഷ്യൽ കഴിക്കാതെ പോകാനോ? പക്ഷേ മ്ലേച്ഛം ജംഗ്ഷനിൽ തന്നെയുള്ള ബീബീസ് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ. ആ സമയത്ത് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നുമില്ല അവിടെ. കണ്ട പടപടാന്ന് ലിസ്റ്റ് കിടക്കുന്ന കണ്ടോ? ചിക്കൻ, മട്ടൻ, ബീഫ്, അത് ഇത് എല്ലാം ഉണ്ട്. നമ്മുടെ സാധനം വന്നു. ആ കാഴ്ച കണ്ടപ്പോഴേ മനസ്സ് നിറങ്ങി കേട്ടോ. പൊറോട്ടയും പോർക്കും, വെറും പോർക്കല്ല കേട്ടോ, നല്ല അങ്കമാലി സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ്, കൂടെ നമ്മുടെ കേരള സ്പെഷ്യൽ പൊറോട്ടയും. എന്താ മോനെ ഒരു മസിൽ പിടുത്തം! ഒരു ക്ഷമയും വേണ്ട, നേരെ ചുരുട്ടിയെടുത്ത് ഉണ്ടാക്കി തെളിക്കും. നല്ല വിശപ്പെട്ടു. പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, ആവശ്യത്തിന് സോഫ്റ്റുമാണ്, എല്ലാമാണ്. പക്ഷെ എന്താ ഒരു മസിൽ പിടുത്തമെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കിതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, അതാണിത്. ഒരു പൊറോട്ട പോലും തീർന്നില്ല. സാധാരണ പൊറോട്ടയാണെന്ന് വിചാരിച്ച് ഞാൻ 3 എണ്ണം പറഞ്ഞു. ഇതിലെ ഒരു പൊറോട്ട എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 1.5 പൊറോട്ട ഉണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഗ്രേവി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാൻ സംഭവം കേട്ടോ. പക്ഷെ ബീഫിൻ്റെ എന്തോ ഗ്രേവിയാന്ന് തോന്നുന്നു, പോർക്കുമായിട്ടൊരു ബന്ധവുമില്ല. ആരും പേടിക്കണ്ട, പൊറോട്ട ഞാൻ മൊത്തം തീർത്തിട്ടുണ്ട്. കുറച്ച് പോർക്ക് ഞാൻ ലാസ്റ്റിലത്തേക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ചുമ്മാ നല്ല ഇത്ര ടേസ്റ്റ് വന്നേ. നല്ലതായിട്ട് പണിയെടുത്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഫിഷ് കറി, പോർക്ക് റോസ്റ്റ്, ചിക്കൻ കറി, ലിവർ ഫ്രൈ, ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ. പിന്നെ നമ്മുടെ ബീഫ് കറി എല്ലാം കൂടെ വാരി എടുത്തോണ്ട് ഈ ലോറി കറി രക്ഷപ്പെട്ടാലോ.